ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനൈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വസതിയിലുള്ള അതീവ സുരക്ഷിതമായ മെഡിക്കൽ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്ന് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും തുടർന്ന് അതീവ രഹസ്യമായി റഷ്യയിലേക്ക് മാറ്റിയെന്നുമാണ് വിവരം. മുജ്തബയുടെ പിതാവും മുൻ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ട അതേ ഇസ്രായേൽ ആക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റതെന്ന് കുവൈറ്റ് പത്രമായ അൽ ജരീദ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ ചികിത്സ നൽകുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടാണ് റഷ്യയിലേക്ക് മാറ്റിയത്. വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഇടപെട്ടാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതെന്ന് പറയപ്പെടുന്നു. മോസ്കോയിലെത്തിയുടൻ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതായും റിപ്പോർട്ടുകളുണ്ട്. മുജ്തബയുടെ ഇടത് കാലിന് ഗുരുതരമായി പരിക്കേറ്റതായും ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മുജ്തബ പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചു. മുജ്തബ ഖമനൈ ജീവനോടെയുണ്ടോ എന്ന് ഉറപ്പില്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ശാരീരികമായി വല്ലാതെ വികൃതമാക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുജ്തബ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയോ വീഡിയോ സന്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ സന്ദേശം മറ്റാരോ തയ്യാറാക്കിയതാണെന്ന സംശയവും ശക്തമാണ്. നിലവിൽ ഇറാനോ റഷ്യയോ ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മുജ്തബയുടെ തിരോധാനം ഇറാനിലെ ഭരണസ്ഥിരതയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.